ഹായ് ഓൾ, ജിനൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കയറിയാലോ. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ? എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഡെഫിനറ്റ്ലി ഞാനത് പരിഹരിക്കാം. എപ്പോഴും കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഏതൊരു സ്റ്റുഡൻറ്റിനും എൻ്റെ ക്ലാസ് കാണുമ്പം മനസ്സിലാവണമെന്ന് ആഗ്രഹിച്ച് പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് അത്രയും ഞാൻ ആ ഒരു ക്വസ്റ്റിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് എത്രത്തോളം സിമ്പിളാക്കാൻ പറ്റുന്നോ അത്രത്തോളം സിമ്പിളാക്കിയാണ് ഞാൻ ഈവൺ എൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ അത്രയും ശ്രദ്ധിച്ചാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും മടി കൂടാതെ നമുക്ക് ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അത് കണ്ട് ഞാൻ പരിഹരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഏറ്റവും സിമ്പിളായി ഒരു ലോജിക്ക് വെച്ച് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്താം. അതായത് എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് വളരെ നന്നായിട്ട് അറിയാം, തിയറി മാത്രമല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. തിയറിയോടൊപ്പം തന്നെ ഒരു നേഴ്സ് എന്ന രീതിയിൽ, ഒരു നേഴ്സ് അല്ലേ, വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിന് ഒരു ലോജിക്ക് ഉണ്ടാവും അല്ലേ. നമ്മൾ പല കാര്യങ്ങളും എപ്പോഴും തിയറി വെച്ചല്ല, ചില നമ്മളൊരു ലോജിക് വൈസ് നമ്മൾ തിങ്ക് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാനുള്ളൊരു കഴിവും കൂടെ ഉണ്ടാക്കിയെടുക്കുക, അതിനോടൊപ്പം നമ്മുടെ തിയറിയും കൂടെ കൊണ്ടുവരിക. അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇങ്ങനെയുള്ള കോഴ്സ് പൊമട്രി ആഡ് MOH ഒക്കെ പഠിപ്പിക്കുന്ന ആളുകളിൽ ഇങ്ങനെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞൊരു സാധനം കൂടെ കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ തിയറിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് ഇതുവരെ അധികം ആരും പരീക്ഷിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എൻ്റെ മെത്തേഡ് ഇങ്ങനെയായിരിക്കും. എൻ്റെ ക്ലാസ്സുകളും എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കും. കാര്യം ഞാൻ അത്രയും ഫോക്കസ് ചെയ്ത് ഏത് മനസ്സിലാവാത്ത സ്റ്റുഡൻറ്റിനും മനസ്സിലാക്കി കൊടുക്കും എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റിലോട്ട് കിടക്കാം. The nurse sustained a needle stick injury after administering an intramuscular injection to a patient. It is recommended that the nurse be tested for HIV virus. അതായത് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, നേഴ്സിന് എന്തുണ്ടായി, ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി, ഒരു IM ഇഞ്ചക്ഷൻ ഒരു പേഷ്യൻറ്റിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ പേഷ്യൻ്റ് എപ്പോഴാണ് ഒരു HIV ടെസ്റ്റ് നടത്തേണ്ടത്, അതിൻ്റെ റെക്കമെൻഡഡ് പീരീഡ് എന്താണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, എപ്പോൾ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇമ്മീഡിയറ്റ്ലി വിത്ത് റിപ്പീറ്റഡ് ടെസ്റ്റ് ഇൻ 6 വീക്ക്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി ചെക്ക് ചെയ്യണം, അത് കഴിഞ്ഞ് 6 വീക്ക് കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഇഫ് ദ പേഷ്യൻറ്റ് റെഫ്യൂസ് HIV ടെസ്റ്റിംഗ്, അതായത് പേഷ്യൻറ്റ് റെഫ്യൂസ് ചെയ്യുക, അതായത് പേഷ്യൻറ്റ് HIV ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ പേഷ്യൻറ്റ് റെഫ്യൂസ് ചെയ്യുവാണ്, HIV ടെസ്റ്റിന് പേഷ്യൻറ്റ് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നേഴ്സിന് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ പേഷ്യൻറ്റിന് ചെയ്തിട്ട് പേഷ്യൻ്റ് HIV ഇല്ല എന്നുണ്ടെങ്കിൽ നേഴ്സിന് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ്. അപ്പം ആ ഒരു സിനാരിയോയിൽ പേഷ്യൻ്റ് പറയുവാണ് ഞാൻ HIV ടെസ്റ്റിന് വില്ലിങ് അല്ല, ഞാൻ ചെയ്യില്ല എന്ന് പറയുവാണെങ്കിൽ മാത്രം നേഴ്സ് ചെയ്താൽ മതി. പേഷ്യൻ്റ് വില്ലിങ് ആവുകയാണെങ്കിൽ ചെയ്യണ്ട എന്നാണ് അവിടെ മീനിങ്. ഓക്കെ, അപ്പം അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഫ് ദ പേഷ്യൻറ്റ് ഹാസ് സിംറ്റംസ് ഓഫ് HIV ഇൻഫെക്ഷൻ. ഈ പേഷ്യൻറ്റിന് HIV സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രം നേഴ്സിന് ടെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ പറഞ്ഞിരിക്കുന്നത് എ മന്ത് ആഫ്റ്റർ ടേക്കിംഗ് പ്രൊഫൈലാറ്റിക് ആൻറ്റിവൈറൽസ്, അതായത് പ്രൊഫൈലാറ്റിക് ആൻറ്റിവൈറൽ എടുത്തതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഞാനിതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും വരുന്നില്ല, ജസ്റ്റ് നമുക്കൊരു സിമ്പിൾ ലോജിക്ക് വെച്ച് തന്നെ പോവാം. ഇതിനകത്ത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ തന്നെയാണ്, ഇമ്മീഡിയറ്റ്ലി വിത്ത് റിപ്പീറ്റ് ടെസ്റ്റ് ഇൻ 6 വീക്സ്. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഉണ്ടായാൽ റിപ്പോർട്ട് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തിട്ട് എന്തിനാണ് 6 വീക്ക് കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ HIV സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ അതിൻ്റെ ഇത് പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡു ടെസ്റ്റ് ടു ഐഡൻറ്റിഫൈ ദ കറണ്ട് സ്റ്റാറ്റസ്, ദെൻ റിപ്പീറ്റ് ആഫ്റ്റർ 6 വീക്ക്. ഓക്കെ, കാരണം HIV മെ നോട്ട് ഷോ ഇമ്മീഡിയറ്റ്ലി. HIV ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യുമ്പം നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ 6 വീക്ക് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ കറണ്ട് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ്ലി ചെക്ക് ചെയ്യണം, അത് മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഈസ് ഈക്വൽ ടു എന്താണ്, ഇമ്മീഡിയറ്റ് HIV ടെസ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എല്ലാവരുടെ മനസ്സിലും ഇരിക്കട്ടെ. ഓക്കെ, ഇതാണ് ഉത്തരം എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ പേഷ്യൻറ്റ്
റെഫ്യൂസ് HIV ടെസ്റ്റിങ്. പേഷ്യൻ്റ് HIV ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ മാത്രം നേഴ്സിന് ചെയ്താൽ മതി. ഇതിനിവിടെ ഒരു പോയിൻ്റായിട്ട് പോലും ഇവിടെ എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, പേഷ്യൻറ്റിന് ഓൾറെഡി, അതായത് നേഴ്സിന് ഓൾറെഡി എന്ത് കിട്ടി, പ്രിക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രകാരം, സ്റ്റാൻഡേർഡ് പ്രകാരം, നമ്മൾ റെക്കമെൻഡഡ് സ്റ്റാൻഡേർഡ് പ്രകാരം പ്രിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തിരിക്കണം. അതിപ്പോൾ പേഷ്യൻ്റ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഓൾറെഡി പ്രിക്ക് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ടെസ്റ്റ് ചെയ്യണം. അതിനകത്ത് ഒരു മാറ്റമില്ല. കൺഫ്യൂസിങ് ആക്കാനായിട്ട് പലതും തരും, പക്ഷെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവരുത്. പ്രിക്ക് കിട്ടിയിട്ടുണ്ടോ, ഇമ്മീഡിയറ്റ്ലി ടെസ്റ്റ് ചെയ്തിരിക്കണം. 6 വീക്ക് കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. കാരണം ചിലപ്പോൾ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ ബി ഞാൻ കട്ട് ചെയ്തു. ഇനി ഇഫ് ദ പേഷ്യൻ്റ് ഹാസ് സിംറ്റംസ് ഓഫ് HIV ഇൻഫെക്ഷൻ, അതായത് പേഷ്യൻറ്റിന് HIV സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്താൽ മതിയെന്ന്. അതെന്ത് പരിപാടിയാണ് അല്ലേ? കാരണം നമുക്ക് ഇപ്പം മറ്റ് ഇൻഫെക്ഷൻ വരുന്ന പോലെയല്ല HIV ഇൻഫെക്ഷൻ വരുന്നത്. HIV ഇൻഫെക്ഷൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ പുറത്ത് വരാനായിട്ട് ചിലപ്പോൾ 5 to 10 years വരെ കാലാവധി എടുത്തേക്കാം. അപ്പോൾ അതുവരെ ഈ നേഴ്സിനെ നമ്മൾ ചെക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പ്രിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തിരിക്കണം. വീണ്ടും ഞാൻ എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി തെറ്റാണ്. അടുത്തത്, a month after taking prophylactic antivirals. അപ്പോൾ അതെന്ത് പരിപാടി നോക്കി, ആദ്യം നിങ്ങൾ മരുന്നെടുത്തിട്ട് ചെക്ക് ചെയ്യാം. അങ്ങനെയല്ല, ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആൻറ്റിവൈറൽസ് എടുക്കുക. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എക്സ്പോഷർ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്തതിന് ശേഷം പോയിട്ട് എന്ത് ചെയ്യുക, 72 hours ഉള്ളിൽ ആൻറ്റിവൈറൽസ് എടുക്കുക. അല്ലാതെ ആൻറ്റിവൈറൽസ് എടുത്ത് 1 മാസം വെയിറ്റ് ചെയ്ത് അങ്ങനല്ല പോകേണ്ടത്. പ്രിക്ക് കിട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി ചെക്ക് ചെയ്തിരിക്കണം. അപ്പോൾ ഞാനിത് ഇത്ര എടുത്ത് പറയാൻ കാരണം, നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ ഓപ്ഷൻസ് പല രീതിക്കും തരാം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യരുത്, മൈൻഡ് ഡൈവേർട്ടായി പോകരുത്. അതിനാണ് ഇത്രയും പ്രാവശ്യം എടുത്തെടുത്ത് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. കാരണം നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് ഒരു ഗ്ലാസ് ഹോർലിക്സ് കുടിക്കുന്ന എഫക്റ്റാണ്. കാര്യം എന്താണ്, എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്, അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയാണ്. ഇനിയും പിള്ളേരിലേക്ക് എത്തണം, ഇനിയും അവരെ നന്നായി പഠിപ്പിക്കണം, ഇനിയും എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും കിട്ടുന്നത് നിങ്ങളുടെ വാക്കുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഇത് യൂസ്ഫുൾ ആണ്, എങ്ങനെയൊക്കെ ഇത് യൂസ്ഫുൾ ആണ് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.